മെയ് 25 ശനിയാഴ്ച. മാർക്കോസ് 10:13 മുതൽ 16 വരെ വാക്യങ്ങൾ. അക്രിത് ജസ്വാൾ എന്ന കുട്ടി ചെറുപ്രായത്തിൽ തന്നെ നടക്കാനും സംസാരിക്കാനും തുടങ്ങി. 5-ാമത്തെ വയസ്സിൽ ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾ വായിച്ചു തുടങ്ങിയിരുന്നു. 7 വയസ്സുള്ളപ്പോൾ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു കുട്ടിക്ക് അക്രിത് ഒരു ശസ്ത്രക്രിയ നടത്തി. തുടർന്ന് 12-ാമത്തെ വയസ്സിൽ ഇന്ത്യയിൽ മെഡിക്കൽ സ്കൂളിൽ ചേരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥിയായി അക്രിത്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, കുട്ടികളെ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവിൻ, എന്തെന്നാൽ ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ്. അനേകർ തങ്ങളുടെ കുട്ടികളെ യേശു തൊടേണ്ടതിനായി അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നിരുന്നാലും ശിഷ്യന്മാർ യേശുവിനെ സംരക്ഷിക്കാനായി അവനെ സമീപിക്കുന്ന ആളുകളെ ശാസിച്ചു. ശിഷ്യന്മാർ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയ യേശു അവരെ ശക്തമായി ശാസിച്ചു. യേശു പറഞ്ഞു, ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. തുടർന്ന് യേശു കുട്ടികളെ ആശ്ലേഷിക്കുകയും അവരുടെ മേൽ കൈകൾ വയ്ക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. മുതിർന്നവരായ നമുക്ക് വലിയ മാതൃകയാകാൻ കുട്ടികൾക്ക് കഴിയും. കുട്ടികൾ സാധാരണയായി അവർ എന്തായിരിക്കുന്നോ അതുപോലെ തന്നെയാണ്. അവരുടെ ചിന്തകളും വികാരങ്ങളും മറച്ചു വയ്ക്കാൻ അവർ പഠിച്ചിട്ടില്ല. തങ്ങളുടെ വികാരങ്ങളും ചിന്തകളും അവർ വിവിധ രീതികളിൽ പ്രകടിപ്പിക്കുകയും ചെയ്യും. അവയിൽ ചിലത് ഉചിതമായും ചിലത് അനുചിതമായുമെല്ലാം നമുക്ക് തോന്നും. നമ്മൾ പ്രായപൂർത്തിയായവരാണെങ്കിലും ഇടയ്ക്കിടെ ബാലിശമായി പെരുമാറാറില്ലേ? കുട്ടികളുടെ ഒരു പ്രത്യേകത അവർ ഈ നിമിഷത്തിൽ ജീവിക്കുന്നു എന്നതാണ്. അവർ ജീവിതം ആസ്വദിക്കുന്നു. അവർക്ക് സന്തോഷത്തിനും ചിരിക്കാനും ജീവിതത്തിൻ്റെ ലളിതമായ കാര്യങ്ങൾക്കും ആസ്വദിക്കുവാനും വലിയ കഴിവുണ്ട്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന കുട്ടികളെ, അത് ഒരു കടയിൽ വെച്ചായിരിക്കാം, പള്ളിയിലാകാം, അല്ലെങ്കിൽ അയൽപ്പക്കത്തുള്ള കുട്ടികളാകാം, ആ കുട്ടികളുടെ കളിയും മറ്റും കണ്ട് ആസ്വദിക്കൂ. നിങ്ങളുടെ ആന്തരിക ശിശുവിന് ദൈവത്തിന് നന്ദി പറയുക. ചിലപ്പോൾ വിഡ്ഢിത്തരവും കളിയും ഗൗരവമൊക്കെ ആകാൻ നമ്മെ പ്രാപ്തരാക്കുന്ന വ്യക്തികളാണ് നമ്മുടെ ആന്തരിക കുഞ്ഞുങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജീവിതത്തിൻ്റെ ലളിതമായ സമ്മാനങ്ങൾ ആസ്വദിക്കാനും അഭിനന്ദിക്കുവാനും പരിശ്രമിക്കാം. നമുക്ക് സന്തോഷിക്കാൻ ഒത്തിരി കാര്യങ്ങൾ ചുറ്റുമുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കൊത്തഗിരി.